ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ എങ്ങോട്ടാന്ന് വെച്ചാൽ ഞങ്ങൾ കോളേജിൽ നിന്ന് ഞങ്ങൾ വളരെ ഇൻട്രസ്റ്റഡ് ഒന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ അപ്ഡേറ്റ്സ് ഒക്കെ പുറകെ ഇടുന്നത് അറിയാം. ഞങ്ങൾ എവിടേക്കാണ് പോകുന്നത് വെച്ചാൽ ആദ്യം കൂർഗ്, പിന്നെ വയനാട്, അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ് എന്തൊക്കെ സംഭവിക്കുന്നുള്ളത്. പിന്നെ എന്ത് ചെയ്യും, നോട്ടിഫൈ ചെയ്യും. ഹലോ ഗൈസ്, ഞങ്ങളിപ്പം കൂർഗിലെത്തിയായിരുന്നു. ഞങ്ങൾ ഇന്നൊരു രാവിലെയാണ് എത്തി. രാവിലെ ഏകദേശം ഇന്നലെ ഞങ്ങളുടെ ഉറക്കമൊന്നും ഒട്ടും പ്രോപ്പർ ആയിട്ട് അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അവിടെ എത്തിയതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളിപ്പോ ഉള്ളത് ഹാരംഗി ഡാമിലാണ്. ഞങ്ങളിപ്പോ ഹാരംഗി ഡാമിൽ വന്നിട്ട് ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇപ്പൊ ഇവിടെ വന്നു. ഞങ്ങൾ രാവിലെ ഏകദേശം ഒരു 6 മണി 6:30 ഒക്കെ ആയപ്പോ ഹോട്ടലെത്തി. പിന്നെ കുളിച്ച് ഫ്രഷ് ആയി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോ 9 മണിയായി. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ ഞങ്ങൾ ഹാരംഗി ഡാമിൽ വന്നിരിക്കും. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് ഷോ പോകുന്നത്. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് ഗോൾഡൻ ടെമ്പിളിലേക്കാണെന്നാണ് ഇപ്പൊ കിട്ടിയ അറിവ്. അവിടുത്തെ വിശേഷങ്ങൾ ഞങ്ങൾ കാണിക്കാം. ഞങ്ങൾ ഇപ്പോഴാണ് വിചാരിച്ചത് ഡാമിന്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ ചെറിയൊരു ക്ലിപ്പ് കാണിക്കുക. ഇവിടുന്ന് എത്രമാത്രം കാണും എന്നറിയില്ല. കണ്ടോ ഗൈസ്, അതാണ് ഹാരംഗി ഡാം. ഞങ്ങൾ അടുത്ത് പോയതാ, പക്ഷെ വീഡിയോ എടുക്കാൻ പറഞ്ഞു. കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം, ഇതിന്റെ കൂട്ടത്തിൽ കൊടുക്കാം. ഇതാണ്. പിന്നെ ഇതാണ് ഇവിടുത്തെ പാർക്ക്. ഹാരംഗി ഡാമിനടുത്തുള്ള പാർക്കിന്റെ ഒരു ഓവറോൾ വ്യൂ ആണ്. വലിയ ഭംഗിയില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്ക് നല്ല തണലാണ് ഗൈസ്. ഇവിടുത്തെ ഈ സീറ്റുകൾക്കൊക്കെ ഭയങ്കര തണലാണ്. ഇവിടുത്തെ സീറ്റുകൾക്ക് പറ്റും. നല്ല സ്ഥലമാണ്, കൊള്ളാം. ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ പിന്നാലെ പറയാം. ഭയങ്കര തണല, നല്ല തണലുമായി. പിന്നെ ഇതുവഴി നടക്കുമ്പോൾ ഏതൊക്കെയോ സിനിമകളൊക്കെ ഓർമ്മ വരും. നല്ല രസമാണ് ഇങ്ങനെ നടക്കാൻ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടാ കോളേജ് ട്രിപ്പ് പോകുന്നത്. നല്ല ഞങ്ങൾ ആകെ കുറച്ച് പേരുള്ളൂ, 31 പേരുള്ളൂ. ഓരോരുത്തർ 2-3 പേരൊക്കെ ആയിട്ട് ഓരോ സൈഡുകളിലാണ്. ഇപ്പൊ ഞങ്ങളുടെ പുറകെ ഞങ്ങളുടെ ബാക്കി ടീംസ് വരുന്നുണ്ട്. അതുപോലെ ഓരോരുത്തരൊക്കെ ഓരോ സൈഡിൽ ഫോട്ടോ എടുക്കുക, വീഡിയോ ഒക്കെ എടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഓരോ പരിപാടിയായിട്ട് നിൽക്കുക. ആ വ്യൂ ഒക്കെ കാണിച്ചെടുത്തു. പിള്ളേരൊക്കെ ഉണ്ടല്ലേ, പിള്ളേരൊക്കെ അവിടെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുകയാണ്. നല്ല രസമാണ്. ചെറിയ വെയിലുണ്ട്, പക്ഷെ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെയിലേ ഉള്ളൂ. നല്ല രസമാണ്. മൊത്തത്തിൽ ഭയങ്കര എൻജോയ് ചെയ്യുവാണ്. ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഞങ്ങൾ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള എൻജോയ്മെന്റ്. അപ്പൊ ഗൈസ്, ഇത് വേറൊരു ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയത് കാണാൻ. പിന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ ശരിയാ ശരിയാ, വളരെ ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും ഇവിടെ കുറേ കിളികളുണ്ട്. ശരിയാ ഗൈസ്, അത് സത്യം. പല കളറിലുള്ള നല്ല ഭംഗിയുള്ള ഈ ബോഗൺവില്ലയൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഇത് എനിക്കറിയത്തില്ല, ഞങ്ങളുടെ ക്യാമറ ക്വാളിറ്റിയുടെ പ്രശ്നം കാരണം എത്ര അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന്. നല്ല ഈ ബുഷസ് ഒക്കെ കാണാൻ നല്ല രസമാണ്. അതെ, അതിനോട് ചേർന്നുള്ള പാർക്കിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് വിചാരിച്ചില്ല. നല്ല രസമാണ് ഗൈസ്. എന്തായാലും വന്ന് എക്സ്പ്ലോർ ചെയ്യുക. നല്ലതാണ് ഹാരംഗി ഡാം. ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവാം. ഓക്കെ, ഇതാണ് ഹാരംഗി ഡാം. ഞങ്ങളിപ്പോ ബാംബു ഫോറസ്റ്റിലെത്തിയേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഒന്നിനെയും കണ്ടു. വലിയ എക്സൈറ്റഡ് ആയിട്ടൊന്നും ഇതുവരെ തോന്നിയില്ല. എന്തെങ്കിലും തോന്നുവാണെങ്കിൽ ഞങ്ങൾ വീഡിയോ എടുക്കാം കേട്ടോ. നമ്മൾ ഓണസ്റ്റ് ആയിട്ടുള്ള കാര്യം പറയണമല്ലോ. വലിയ എക്സൈറ്റഡ് ആയിട്ടുള്ള കണ്ടി. ഇത് കണ്ടോ ഗൈസ്, ഒരു ട്രഡീഷണൽ ഡാൻസ് കർണാടകയുടെ. അതെ, ഈ പുള്ളിക്കാരി എന്നെ വല്ലാണ്ട് നോക്കുന്നു. ഗൈസ് നോക്കൂ, ഞങ്ങൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരേ ഒരു കാര്യം ഇതാണ് ഗൈസ്. ഇതാണ് ഈ ബാംബു ഫോറസ്റ്റിനെ മനോഹരമാക്കുന്നത്. അത് വേറെ സ്ഥലം പിടിക്കാൻ. ഗൈസ്, ഇപ്പൊ ഞങ്ങൾ എവിടെയാണെന്ന് അറിയാം, ഡീർ പാർക്ക്. നോക്ക് ഗൈസ്, എന്ത് സുന്ദര കുട്ടപ്പന്മാരായ മാനുകളാണുള്ളത്. അയ്യോ, ക്ലാരിറ്റി പോയി ഗൈസ്. കാണാമോ?
മാനുകളെ കണ്ടോ? കൊണ്ടില്ല. അതെന്താന്ന് വെച്ചാല് വേണ്ടാത്തൊക്കെ കൊടുത്ത് അതിന് വല്ല അസുഖവും വരും. അതിനെ കിട്ടാം, നന്നായിട്ട് കിട്ടും. കസ്തൂരി ഞങ്ങളിപ്പോൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടി ജസ്റ്റ് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു റൂമിൽ വന്നിട്ട് ഇനി ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോവാണ്. ഓക്കെ ഓക്കെ, ഇനി അവിടെ ചെന്നെയാണ്. ഓക്കെ, ഇത് ഇതുവഴിയാ. ഗൈസ്, It's really amazing. This is the view. നല്ല തണുപ്പാണ് കേട്ടോ ഇവിടുത്തെ ടൈലിന്. വേറെ കാര്യം നോക്ക്, ഹലോ ഗൈസ്, ഗസ് വാട്ട്, ഇപ്പൊ ഞങ്ങൾ എവിടെയാണ്? കൂർഗിൽ തന്നെയാന്ന് വിചാരിക്കും. അതിൽ ബാക്കി വ്ളോഗ് എടുക്കാൻ വന്നതാണ്. അല്ല, ഞാൻ ബാക്കി വ്ളോഗ് എടുക്കാൻ മറന്നുപോയി. ഞങ്ങൾ എവിടെ? വയനാട് ഞങ്ങളിപ്പോ കയ്യിലാണ് കയറി. ഡെസ്റ്റിനേഷനിൽ എത്തിയില്ല, വയനാട്ടിൽ തുടങ്ങി. 2 വീക്ക് തുടങ്ങിയോ? നാച്ചുറൽ ആക്ടിങ് ആണോ കാണിക്കുന്നത്? ഇതിനേക്കാൾ അയ്യോ, നല്ല കാണാനല്ല. കൊള്ളാലേടി, ഇത് നല്ലതാ. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോ ട്രക്കിങ്ങിന് പോവാണ്. അയക്കാം, ഇടയ്ക്കിടയ്ക്ക് വ്ളോഗ് എടുത്തിടാം. ജിജി ജിജി ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ ലഞ്ചൊക്കെ കഴിച്ചിട്ടുള്ള 3rd ഡെസ്റ്റിനേഷൻ ഒരു ഡാമാണ്. ഈ ഡാമിന്റെ പേര് ബാണാസുര ഡാം. ബാണാസുര ഡാം. ഇവിടെ കുറെ റൈഡ്സ് ഉണ്ട്, പക്ഷെ ഇതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. ഇപ്പൊ അങ്ങനെ കേറുന്നില്ല, പിന്നെ ആൾക്കാരൊന്നും അതിൽ കേറുന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കേറുന്നില്ല. ഇവിടെ ഇങ്ങനെ കണ്ടു നടക്കാണ്, വലിയ രസമൊന്നും ഇല്ല, പിന്നെ ഇങ്ങനെ കാണാം. അതിനിടയ്ക്ക് അവളുടെ തഴ അവരിത്രയും വേഗം വിചാരിച്ചില്ലേ? ഞാൻ ഓർത്തൊന്നുമില്ല, ജീവനുണ്ട്. അയ്യോ, കരയുവാടാ. അയ്യോ, ഇത് കേട്ടിട്ടായിരിക്കും അവരെ കിട്ടണം. എല്ലാം കൂടി പൊന്തി അതാ ഗൈസ്, ഗസ് വേർ വി ആർ. എവിടെയാ? കാണുമ്പോ തന്നെ മനസ്സിലായി കാണും. എവിടെയാ? ഞങ്ങൾ ഊട്ടിയിലാണ്. എന്നിട്ട് അവിടെ ചിന്തിക്കുക. ഓ ഫണ്ണേ.